പക്ഷേ ഇത് ആൾക്കാരിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ, കാരണം ഒരു കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയൊക്കെ വന്നപ്പോഴുള്ള ഓളം നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു തേർഡ് ട്രയോളജി എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പടമായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു രീതിയിലാണ് ഇതിന്റെ അവസാനത്തെ പരിപാടികളൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം എന്തിന്? കാരണം ഇതിന്റെ ഒരു കുറവുണ്ടായിരുന്നു ഇപ്പൊ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ടിവിയിലായാലും പത്രത്തിലായാലും ഫോണിലായാലും എവിടെ നോക്കിയാലും ഈ കുത്തിത്തിരിപ്പും വേർതിരിവാണുള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പോ ചെറിയ ഓൺ ദ ടോപ്പ് എന്ന് പറഞ്ഞ മാതിരി ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പൊ. പക്ഷെ ഓരോ വർഷം ഇതൊരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓരോ പടങ്ങൾ കൊണ്ടുവരേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ചോദിക്കണം. അതായത് നമ്മുടെ കൂടിയിരിക്കണവൻ കളറ കൊടിയ ജാതി മതം ഇതൊന്നും നോക്കാൻ നമ്മ അവനായിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇടപഴകാൻ തുടങ്ങുമ്പോൾ തന്നെ വരും ഇതുപോലത്തെ ഓരോ ഐറ്റംസ്. എടാ നിക്ക്, ഇവൻ നിന്നോടെന്താ ചെയ്തത്? അല്ലെങ്കിൽ ഇവന്റെ ഗ്രൂപ്പ് നിന്നോടെന്താ ചെയ്തത്? നിന്റെ ഗ്രൂപ്പ് അവനോടെന്താ ചെയ്തത്? അപ്പൊ ഇതൊന്നും മറക്കല്ല നീ അവനോട് സംസാരിക്കല്ലേ, നീ അവന്റെ തോളത്ത് കൈയിടല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ആയാലും അല്ലെങ്കിൽ ഇതുപോലത്തുള്ള പടങ്ങളായാലും ലിറ്ററലി ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് നടക്കുന്നത്? അത് പുറകിൽ വേറെ പരിപാടികൾ നടക്കുന്നുണ്ട്, അത് വേറെ വിഷയം. അത് വേറെ തന്നെ കളികൾ പുറകിൽ നടക്കുന്നുണ്ട്. അത് പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പൊട്ടന്മാർക്കില്ല. ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റുപിടിച്ച് നീ നിന്റെ അടുത്തിരിക്കണവന്റെ ജാതിയും മതവും കോടിയും കളറും നീ നോക്കുന്നുണ്ടാ, നീയാണ് ലോകത്തെ ഏറ്റവും വലിയ മണ്ടൻ, ഏറ്റവും വലിയ പൊട്ടൻ. കാരണം വേറെ എവിടെയോ ഇരിക്കുന്ന ഏതോ ഒരാളുടെ ഒരു ഹിഡൻ പ്രൊപ്പഗണ്ടയാണ് നീ അവിടെ നടപ്പിലാക്കണത്. അപ്പൊ നീ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടും പറയുന്നുണ്ടെങ്കിൽ നീ അതിന്റെ പാട്ടാണ്. അല്ലാതെ നീ ഒരു റിയൽ ഇന്ത്യക്കാരനായതുകൊണ്ട്, അല്ലെങ്കിൽ നീ റിയൽ ഹിന്ദു ആയതുകൊണ്ട്, റിയൽ മുസ്ലിം ആയതുകൊണ്ട്, റിയൽ ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല നീ അതൊന്നും സംസാരിക്കണത്. ഇവര് നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ ഇവര് നിനക്ക് തരുന്ന ഈ പോയിസൺ കൺസ്യൂം ചെയ്താണ് നീ ഇതൊക്കെ ഈ പറഞ്ഞതും ചെയ്യണത്. കാരണം ഒരു മതത്തിലും ഒരു മതഗ്രന്ഥത്തിലും നമ്മുടെ ഒരു ഡെമോക്രസിയിലും പറയുന്നില്ല നീ മറ്റവനെ ഹെയ്റ്റ് അല്ലെങ്കിൽ മറ്റവനെ പോയി തല്ല്, മറ്റവനെ പോയി കൊല്ലുന്ന് എവിടെയും പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ ഓരോരോ മനുഷ്യന്മാർ ഓരോരോ സ്വയ താല്പര്യത്തിന് ഉണ്ടാക്കുന്ന ഐഡിയാസാണ്. ആ ഐഡിയാസ് അങ്ങനെ തന്നെ വെള്ളം തൊടാണ്ട് നമ്മൾ ഉള്ളിലാക്കുന്നവർക്കാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്നതും ചിന്തിക്കാൻ പറ്റുന്നതും. അപ്പൊ ഈ ഒരു മൂവിയായിട്ട് തന്നെ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, ബെറ്ററാണ്. പക്ഷെ അതിനപ്പുറം വേറെ എന്തെങ്കിലും ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ ബച്കരാന. കാരണം ഈ ഒരു ട്രെയിൻ ഇൻസിഡന്റ് നടന്ന വെരി നെക്സ്റ്റ് ഡേ പിന്നെ ഗുജറാത്തിൽ സംഭവിച്ചത് ഇതുവരെയും ഇന്ത്യൻ ചരിത്രത്തിൽ നമ്മ കാണാത്തതും കേൾക്കാത്തതായിട്ടുള്ള സംഭവങ്ങളാണ്. ഭയാനകമായ അത്രയും പേടിപ്പെടുത്തുന്ന ക്രൂരമായ ഒരു കലാപമാണ് ഗുജറാത്തിൽ ഉണ്ടായത് അതിന് ശേഷം. അപ്പൊ അധികം തന്നെ കാര്യങ്ങൾ നമുക്ക് എവിഡന്റ് ആണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് ആർക്കാണ് ലാഭം ഉണ്ടായത് നഷ്ടം ഉണ്ടായത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുകയും. അപ്പോൾ ഓരോരുത്തർ പറയുന്നതും ഈ കാണുന്നതും കാണിക്കുന്നതും കേട്ടും കണ്ടൊന്നും ഒരു തരത്തിലും ജഡ്ജ്മെന്റിലാവരുത്, ഒരു തരത്തിലും മാനിപ്പുലേറ്റഡ് ആവരുത്. ജാതിയും മതവും കളറും കുന്തവും കുറുപടിയും നോക്കാണ്ട് മനുഷ്യന്മാരായിട്ട് തന്നെ കാണാം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.